गरज गरज आज मेघ घनन घनन छायोरी धमक दमक चमके बिजुरी कहत है ऋतुराज आयोरी. മേഘമൽഹാർ വെറുമൊരു ഹിന്ദുസ്ഥാനി സംഗീതം. പണ്ട് ടാർസൻ പാടി മഴ പെയ്ച്ചത്. മേഘത്തെ മൽഹാർ അറിയിക്കുന്ന പോലെയാണ് ഈ സംഗീതം. മേഘമൽഹാറിലൂടെ മഴ പെയ്യുമെന്നാണ് സങ്കല്പം. അങ്ങനെ എത്തി. ഇവിടെ ഇപ്പം എങ്ങനെ ഒന്ന് കണ്ടുപിടിക്ക? അതെ, അതവിടെ ഇരിക്കട്ടെ. ഈ മ്യൂസിക് ക്ലബ് എവിടെയാ? മനുഷ്യനെ ഇവിടെ ക്ലാസ് എവിടെയാന്ന് അറിയില്ല. അപ്പോഴാ അവള് ഒരു മ്യൂസിക് ക്ലബ്ബ്. പോയേ പോയേ. ഓ, എന്നവാ ഒരുമിച്ച് തപ്പാം. കൊഴപ്പില്ല അല്ലേ? നല്ല ക്ലാസ്. കൊള്ളാം. താൻ എന്തിനാ ഇവിടെ വന്നേ? ഡോക്ടർ ആവാനാ വന്നെ. സംഗീത കോളേജിൽ സംഗീതം പഠിക്കാനല്ലാതെ എന്തിനാ വരിക? ഇനി താൻ എന്തിനാണാവോ ഇവിടെ വന്നത്? ഞാനൊരു സംഗീതത്തെ തേടി വന്നതാണ്. എനിക്ക് മനസ്സിലായില്ല. എന്താ? വഴിയ മനസ്സിലായിക്കോളൂ. കാർത്തി, ഇന്റർവെല്ല, വാ നമുക്ക് മ്യൂസിക് ക്ലബ് എവിടെ നോക്കാലോ. എടി എവിടെയാന്ന് വെച്ചിട്ട് ഇപ്പൊ നോക്കുക. ഇതിപ്പോ എവിടെയാ എന്തോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. വെറുതെ മനുഷ്യനെ നടത്തിക്കാൻ. ഇങ്ങോട്ട് വാ, ഞാൻ ചോദിക്കാം. എക്സ്ക്യൂസ് മീ. എന്താ? ഈ മ്യൂസിക് ക്ലബ് എവിടെയാന്നറിയോ? ഇതാ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 4ാമത്തെ റൂം. ഓക്കെ, താങ്ക് യു ട്ടോ. എടി ബെല്ലടിച്ച്, നാളെ നോക്കിയാലോ? ഓക്കെ. ഈ ബെല്ലിന് അടിക്കാൻ കണ്ട നേരം. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം എൻ്റെ പേര് ആതിര. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഇവര് മിസ്സായിരുന്നോ? അപ്പം നിങ്ങൾ പറ, നിങ്ങൾക്ക് ഏതൊക്കെ സംഗീതങ്ങൾ അറിയാം? മിസ്സേ ശാസ്ത്ര സംഗീതം, ഭക്തിഗാനം മിസ്സേ. ഇവിടെയോ? ഹിന്ദുസ്ഥാനി സംഗീതം. അപ്പൊ ഇവിടെയോ? മേഘമൽഹാർ. സിറ്റ്. അതെന്നാ സാധനോ? അതൊരു ഹിന്ദുസ്ഥാനി സംഗീത. എന്നാ ഈ കോളേജിലെ മേഘമൽഹാർ സംഗീതം മാത്രമല്ല, പ്രണയങ്ങളുടെ രൂപം കൂടിയാണ്. അതെന്താ അങ്ങനെ? അതൊക്കെ വലിയ മനസ്സിലായിക്കോളുന്ന്. ഇപ്പൊ വാ പോവാ. ഇവിടെ എവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയത്? ഇവിടെ ഞാൻ കാണുന്നില്ല. വീണ, താൻ അന്വേഷിക്കുന്നത് ആ വലിയ സെൽഫിന്റെ മുകളിലാട്ടോ. അതാ ആ ഏറ്റവും മുകളിലുള്ളത്. അത് അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല. കാരണം അത് ശിഖയുടെയും അനന്തുവിന്റെയും മേഘമൽഹാറാണ്, അല്ലേ? ഇനി അതാരാണാവോ? അതവിടെയുണ്ട്, പോയെടുത്തോ. എടാ വാ. നീളുന്ന മിഴിമുനയാരുടേതാവാം ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാം. അറിയില്ലെനിക്കറിയില്ല. എടി എന്താ ഇതെന്താ സംഭവം? പറയാടാ, ഒക്കെ മനസ്സിലാവും. ഇതാദ്യം വായിക്ക്, വാ. മേഘമൽഹാർ എന്ന വാക്കിൽ ഉടലെടുത്ത മേഘത്തെ സ്നേഹിച്ച മൽഹാറിനെ പോലെ ഈ അനന്തുവിനും ഉണ്ടായിരുന്നു ഒരു മേഘമൽഹാർ, ശിഖ. ശിഖേ, സമയായി, ലേറ്റായി, വേഗം നടക്ക്. ചേടാ പണ്ടാരടങ്ങ, എവിടെയാണോ ക്ലാസ്? ഹലോ, ഹായ്, എന്താ ഫ്രഷേഴ്സ് ആണോ? ക്ലാസ് അറിയോ? ഇല്ല, എന്നാ വാ ഒരുമിച്ച് തപ്പാം.
ഞാൻ ആതിര. ഞാൻ നില. ഹായ്. ഇത് ശിഖ. ഹലോ, ഞാൻ അക്ഷയ്. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് അത് എനിക്കറിയാം. ഞാനും ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ ഇന്നോട്ട് നമ്മൾ ഫ്രണ്ട്സ്. കമോൺ. ഇതേതാ? വാ പോവാം. ഈ കുട്ടി എന്താ ആരോടൊന്നും മിണ്ടില്ലേ? ശിഖ സംസാരിക്കില്ല. എന്താ? ഒരു ആക്സിഡൻറ്റിൽ പോയതാ അവളുടെ ശബ്ദം. ബട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവൾ ശ്രമിക്കണം. ഓ, അതാണോ? അതൊക്കെ നമ്മളിപ്പോ പുഷ്പം പോലെ കൊണ്ടുവരും അല്ലേ? പിള്ളേരെ, ഫ്രഷേഴ്സിനെ മ്യൂസിക് ഹാളിലേക്ക് വിളിക്കുന്നുണ്ട്. പൊക്കോ. ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ഈ സംഗീത ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല അല്ലേ? ഞാൻ ആകാശ് വർമ്മ, ഇവിടുത്തെ ഫൈനൽ ഇയർ ആണ്. നിങ്ങളൊന്ന് വെൽക്കം ചെയ്യണ്ടേ? അപ്പം നമുക്കൊരു സംഗീതം തന്നെ ആയാലോ. അതിനെവിടെ യോഗ്യൻ ഞങ്ങൾ തന്നെയാണെന്നാണ് ഞങ്ങളൊരു വിശ്വാസം അല്ലേ? തുടങ്ങിയാലോ? ആഹാ, നല്ല തങ്കക്കുടമ്പോർത്ത് ചേട്ടൻ ആകാശ്. ആകാശ് ചേട്ടാന്ന് വിളിക്കാം. പടക്കോഴി തലപൊക്കാൻ തുടങ്ങി. മോനെ പങ്ക. ദേടി, ആ വരുന്ന ചേട്ടനെ നോക്കിയേ. എടി ശിഖേ, അങ്ങോട്ട് നോക്കടി. അപ്പൊ എങ്ങനെയാ, ഞങ്ങള് തുടങ്ങിക്കോട്ടെ? ഓ, ഇങ്ങേര് ഒന്നങ്ങോട്ട് തുടങ്ങാവോ? ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽത്തണ്ടിൽ പാടാം പതിയേ. നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാറ്റിൽ പാടാം നിനക്കായി. ഓ, ഒരു കാതൽ കാറ്റായി കാതിൽ ചൊല്ലാമോ? ഒരു കണ്ണീർ മുത്തായി എന്നെ താരാടാമോ? ഒരു കിന്നര ഗാനം മൂളിയൊടിക്കും കുയിലിനു വേണ്ടി പാടാം. അമ്പിളിമാനത്തമ്പിളിലാവിൽ പോലെ ഒരു കുമ്പിൽ നിറയെ പൂവളമൊട്ടുകൾ കോർത്തു വിളഞ്ഞതു കേട്ടാം. വൈനവരമ്പത്തിരി നേരം നിൽക്കാം. പറയാനോരോ കഥയുണ്ടേ, അറിയാൻ കൂടെ പോരാമോ? ഇനിയുണ്ടേ തങ്കത്തത്തമ്മേ. തനനം തനനം തന്നം തനനം തന്നം തനനം തം താരാ. അമ്പിളിമാനത്തമ്പിളിലാവിൽ പോലെ തനനം തനനം തന്നം തനനം തന്നം തനനം തം താരാ. കൈരവരമ്പത്തിരി നേരം നിൽക്കാം. എന്തൊരു പൊളി പാട്ടായിരുന്നല്ലേ. പ്രത്യേകിച്ച് എന്റെ ആകാശേട്ടൻ. എനിക്ക് വയ്യ. അയ്യ, എന്റെ ആകാശേട്ടൻ പോലും പറയുന്നേട്ടൻ എന്റെ കെട്ടിയോനാ തോന്നുമല്ലോ. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഫോർ ദാറ്റ്. അത് എന്റെ ഇളക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആദ്യം എന്റെ അക്ഷയ്, എന്താ നിങ്ങൾ ഈ കാണിക്കണേ? പഠിക്കാൻ വന്ന സമയത്തൊന്ന് പഠിച്ചൂടെ? എനിക്ക് വയ്യ. ഞാൻ 2 വരികൾ തരാം, അത് നാളെ കണ്ടെത്തിട്ട് വാ, കേട്ടല്ലോ? അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഇരുത്തില്ല. വല്ലാണ്ടങ്ങ് തിരിച്ചും മെഴുകണ്ട കേട്ടോ. ഇനിയിപ്പോ വരി എവിടെ നിന്ന് കണ്ടെത്തും? മോളെ ശിഖേ, എന്റെ കുഞ്ഞുമോൾ ചേച്ചിക്ക് കണ്ടെത്തി തരണം കേട്ടോ. അതെ, എനിക്കും. കേട്ടല്ലോ? പോയാലോ? എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്, ഇറങ്ങിയാലോ? നീ എന്തീ നോക്കണേ? നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം ആരും എന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന പോലെ തോന്നി. ഞാനും നോക്കി അതേ സമയം. അത് തോന്നലല്ല, സത്യ. ഉള്ള പൊമ്പിള്ള വെച്ച് നിന്നെയാരും നോക്കുന്നത്. പോടാ. എന്തോ എനിക്ക് തോന്നി അവളെയാണ് നോക്കണേ. ഓ, അവളെ നോക്കിയിട്ട് കാര്യമില്ല. എല്ലാരും പോയി ഇവിടെ നിന്ന്. വാ പോവാലോ. ഓക്കെ. മോളെ ശിഖേ,
ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? ആ തള്ള ക്ലാസ് കേട്ടില്ലടി. അതാണ് കണ്ട് പടിയടി. നീ പോടാ. അതെ, മക്കളൊന്ന് ഇങ്ങോട്ട് വന്നേ. എന്താടി, റാങ്കിങ് വല്ലതും ആയിരിക്കോ? വാ ചെന്ന് നോക്കാം. എന്താ മക്കളെ പേര്? ആതിര, അക്ഷയ്, നീല, ഇത് ശിഖ. ഇവൻ ഇത് എന്തിന്റെ കേടാ പിള്ളറവായിരിക്കുന്ന കേക്കെ? അനന്തു നീ ഇതൊന്നും കാണുന്നില്ലേ? അത് വിട്, കണ്ണന്റെ ആഗ്രഹല്ലേ, നടക്കട്ടെ. ശിഖ അതെന്താ അവൾക്ക് പറഞ്ഞ? അവള് സംസാരിക്കില്ല. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞുമാരിക്കുളിരായി നീ അരികെ. ഇത് ഞാൻ ഇന്നലെ കണ്ട കുട്ടിയല്ലേ? ഇവളാണോ ശിഖ? എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് പൊക്കോ. സംസാരിക്കാതെ എങ്ങനെയാവോ സംഗീതം പഠിക്കുക? കഴിയും. സംഗീതം ശബ്ദത്തിൽ മാത്രമല്ല, അത് മനസ്സിലും ആത്മാവിലും ഉള്ളവയാണ്. ആ കുട്ടിക്ക് കഴിയും. ഈ തള്ളക്ക് വേറെ പണിയില്ലേ? ഒരു ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങ് അപ്പാടെ ഗെറ്റ് ഔട്ട് അടിയാ. പൊന്നത്തള്ള, ഇതെന്താ LKG വല്ലതാണോ? അത് ആകാശേട്ടനല്ലേ? ആകാശേട്ടാ. ആരാ വിളിച്ചേ? ഹായ്. എന്നെ മനസ്സിലായില്ലേ? ആതിരയല്ലേ? എന്താ ഇവിടെ ക്ലാസ്സില്ലേ? ഓ, ആ തള്ള എന്നെ ഇറക്കി വിട്ടു. എന്തിനി? ഹോംവർക്ക് ചെയ്യാനിട്ട്. ബെസ്റ്റ്. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? അത് ഞങ്ങൾക്ക് 5 ദിവസത്തേക്ക് ഒരു ക്യാമ്പ് ഉണ്ട്, അത് സെറ്റ് ചെയ്യണം. അതിന്റെ ആവശ്യത്തിനായി പോവായിരുന്നു. ഓ, അപ്പം 5 ദിവസത്തേക്ക് ഇവിടെ കാണില്ലേ? ഇല്ലടോ. എന്നാ ഞാനൊരു കാര്യം പറയാം. 5 ദിവസത്തേക്ക് ഞങ്ങളെയും കൊണ്ടുപോ. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ എന്നെ കണ്ടോണ്ടിരിക്കാലോ. അല്ല, എന്തല്ല? അന്ന് ഫ്രഷേഴ്സ് ഡേക്ക് പാടിയപ്പം തൊട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. കണ്ണെടുക്കാതെയാ ഞാൻ നിങ്ങൾ അന്തസ്സായി വായി നോക്കിയത്. അപ്പൊ പിന്നെ ഇത് പറയാലോ. മോള് ചെല്ല്. മറക്കണ്ട, ഈ ആകാശിനെ ഈ ആതിരക്ക് തന്നേക്ക്. ഇല്ലെങ്കിൽ ഞാൻ കരയും. ചെല്ല്. നീ ചെല്ലണോ? ചെല്ല് പെണ്ണേ. നീ ഇവിടെ നിക്ക്, ഞാനിപ്പൊ പോയിട്ട് വരാം. ഇത് വച്ചില്ലെങ്കിൽ ആ തള്ള എന്നെ ആട്ടും. ഡോ, തന്റെ പേരെന്തായിരുന്നു? ശിഖ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, തന്റെ ഫേവറേറ്റ് സോങ് ഏതാ? പറയാനല്ലേ പ്രയാസമുള്ളൂ, പറയാതെ പറയാലോ. മേഘമൽഹാർ. കൊള്ളാലോ. ഈ മഴയെ നമുക്ക് മേഘമൽഹാർ ആക്കിയാലോ? താൻ വരുന്നോ എന്റെ കൂടെ മേഘമൽഹാർ പാടാൻ? സംഗീതത്തെ ശബ്ദം കൊണ്ട് മാത്രല്ലടോ, ആത്മാവിലും സ്നേഹിക്കാലോ. ആ ആത്മാവിന് ശബ്ദമുണ്ട്, അത് ഞാൻ അറിയും. വാ. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം. നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം. സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും. സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യൂ
അല്ല ശിഖേ, നീ എവിടെ പോയതാ? ഞാൻ നിന്നോട് അവിടെ നിക്കണം എന്ന് പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോയേ? ലൈബ്രറി വാ. ഇതിനെന്താ പറ്റിയേ? ഒരുമാതിരി ആകാശേട്ടൻ പോയ അണ്ണാനെ പോലെ. പോടി, നാളെ കഴിഞ്ഞാ എന്റെ ആകാശേട്ടൻ ക്യാമ്പിന് പോവും. അയിനി ഒന്നുമില്ല, എനിക്കൊരു ചങ്കടക്ക്. ആകാശേട്ടൻ മാത്രമേ പോകുന്നുള്ളൂ? അല്ല, ആ ക്ലാസ് ഫുള്ള്. എല്ലാ ഇവളിതെങ്ങോട്ടാ? പുസ്തകപ്പുഴു ലൈബ്രറിയിൽ പോയതായിരിക്കും. നീ വാ. ഹാ, ഇതാര്? എന്താടോ? ചേട്ടൻ എവിടെയെങ്കിലും പോവുകയാണോ? ഞാനോ? ആ, എനിക്കൊരു 5 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. എന്തേ പോണ്ടേ? വാ, നമുക്ക് കുറച്ചു നേരം നടക്കാം. ശിഖേ, ഞാനൊന്ന് തന്നോട് ചോദിച്ച സങ്കടാവോ? തന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഈ ശിഖ പാടുന്നത് എനിക്ക് കേൾക്കണം. കൂട്ടിനും ധൈര്യത്തിനും തന്റെ ശബ്ദത്തിനുമായി ഈ അനന്തും ഉണ്ട് ഇവിടെ. അടുത്ത മേഘമൽഹാറിനായി ഈ ശിഖ കാത്തിരിക്കുകയാണ്. കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ? എന്തുവാ? എന്താ കാണണെന്ന് പറഞ്ഞേ? എന്താടി? നിക്കടാ, നിന്റെ പെണ്ണൊന്ന് വരട്ടെ. ഇതാ വരണു. ഇനി പറയാം. എനിക്ക് നിങ്ങളോട് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് അനന്തവേട്ടനെ ഇഷ്ടാ. ഇതൊക്കെ എപ്പാ? നീ ഇത് എവിടെ പോന്നു ശിഖേ? ആ, ലൈബ്രറി പോയി കൊടുത്തിട്ട് വാ. വേഗം വരണട്ടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹേ, വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് നോക്കി ഇരിക്കുവായിരുന്നു. എന്തൊക്കെയുണ്ടോ? സുഖല്ലേ? ഇതെന്താ സംഭവം? ഹൃദയസഖീ സ്നേഹമയീ ആത്മസഖീ അനുരാഗമയീ എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോകുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരുകിൽ ഞാനുണ്ടല്ലോ. ശിഖേ, നിക്ക്. എന്താ നിന്റെ പ്രോബ്ലം? എത്ര ദിവസമായി ഇത്? ഓ, നീ പറയില്ല. എന്നാ നീ ഇത് കേട്ടോ. എനിക്ക് നിന്നെ ഇഷ്ടവാ. ഇന്നും ഇന്നലെയും നല്ല, കണ്ടപ്പം തൊട്ട് പിന്നാലെ നടക്കാൻ തുടങ്ങിയതാ ഞാൻ. ഇവളിത് നീ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശിഖേ, നീ ഓക്കെ അല്ലേ? അനന്തു, ഞാൻ പറയട്ടെ. വേണ്ട, ആരും ഒന്നും പറയണ്ട. ശിഖേ, ശിഖേ. ആ, വന്നോ? ഞാൻ വിചാരിച്ചു വരില്ലെന്ന്. അനന്തേട്ടാ, വേണ്ട, ആരും ഒന്നും പറയണ്ട. നീ പറഞ്ഞാ മതി, നീ മാത്രം. ഈ അനന്തു ആരെയും ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആര് പോയാലും ഇങ്ങനെ കരുതിട്ടില്ല. നിനക്ക് ഇപ്പന്നെ വേണ്ട അല്ലേ? ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴത്തേക്കും പോവാ അല്ലേ? ശരി, ഞാൻ എന്നേക്കായി പോവണ്ടിക്കല്. നീ പാടണം. അനന്തേട്ടാ, ശിഖയ്ക്ക് പാടക്കായി കഴിയണം. കഴിഞ്ഞേ പറ്റൂ. ശിഖ പാടും. വാ. മുടിയിലഴകിൻ നീലരാവ് മൊഴിയിലലിയും സ്നേഹയമുന
മെയ്യിലണയുമ്പോ മാറിലിളമാനുകൾ സ്വർണ്ണമിഴി കണ്ട നല്ല പരൽ മീനുകൾ നീ എന്റെ ദേവി ഞാൻ തൊഴുതു പോകുന്ന രൂപം നീ എന്നുമെന്നും എൻ തരണ സംഗീതമന്ത്രം അത്രമേലൊന്നാണു നമ്മൾ നിനക്ക് പാടാൻ കഴിയുമെന്ന് എനിക്ക് നിന്നെക്കാൾ ഉറപ്പായിരുന്നു. കാരണം നിന്റെ ശബ്ദം ഈ ഞാനാണ്. എന്നോടുള്ള പ്രണയമാണ് മേഘമൽഹാർ പോലെ, അല്ലേ? ശരിയാ, ഈ ശിഖയ്ക്ക് അനന്തുവിനോട് പ്രണയം മാത്രമായിരുന്നു. പക്ഷേ വിധി അങ്ങനെയല്ലെങ്കിലോ? ഒരു മിനിറ്റ്, ആ വിധി ഞാൻ അന്ന് എനിക്ക് ഇങ്ങേരെ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാണോ? ഇതൊന്നും നേരത്തെയും കാലത്തും ചോദിച്ചൂടെ പൊന്നെ മോളെ. നിന്നോട് ഞാൻ അന്നേരം തന്നെ ലൈബ്രറി പോയിട്ട് വരാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. ഇത് പറയാനടി കോപ്പേ. എനിക്കിതാ ഈ പൊട്ടനെ ഇഷ്ടാ. അത് ഇവന് ഇത്രയും മനസ്സിലായിട്ടില്ല. അന്ന് ഇവനെ അളക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോഴത്തേക്ക് അവളത് കുടുംബം കലക്കി കളഞ്ഞ്. നിനക്ക് നേരത്തെ പറഞ്ഞൂടെ അത്? നാക്ക് പൊന്തിയല്ല പൊടി. എന്താ സംഭവം? അത് പിന്നെ സോറി. കുറെ കാലം ഞാൻ പുറകെ നടന്നില്ലേ, ഇനി നീ നടക്ക്. ബൈ. അനന്ത് കേട്ടാ ഞാനൊന്ന് പറയട്ടെ, നിക്ക്. ഇനിയെങ്കിലും നിനക്ക് വല്ല ഫീലിങ്സ് ഉണ്ടോ എന്നോട്? ഉണ്ടെങ്കിൽ പിന്നീട് ഓരോ സംഗീതത്തെയും മേഘമൽഹാറാക്കിയത് ഈ അനന്തുവും ശിഖയുമാണ്. തനിക്ക് മേഘമൽഹാർ തന്ന സമ്മാനം ശിഖ. ഈ അനന്തുവിനെയും ശിഖയെയും നിനക്കെങ്ങനെ അറിയാം? അനന്തുവിൻ്റെയും ശിഖയുടെയും മകൾക്ക് അവരുടെ മേഘമൽഹാറിനെ കുറിച്ച് അറിയാനൊരു കൗതുകം. അറിഞ്ഞു. അനന്തുവിൻ്റെയും ശിഖയുടെയും ഭൂമിയിലെ മേഘമൽഹാർ മഴവീണ. ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും വിഴിയോരം നനയുകയോ മനമെങ്ങോ. എത്തിയോ? അന്വേഷിച്ചു വരാൻ തുടങ്ങുമായിരുന്നു. ചെല് പോയി കുളിക്ക്. അമ്മ ഫുഡ് എടുത്ത് വെക്കാട്ടോ. അമ്മേ, അച്ഛനെവിടെ? റൂമിലുണ്ട്. എന്തേ? ഒന്നുമില്ല, ഞാൻ ഒന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. ഓ, അല്ലെങ്കിൽ അച്ഛനെ മതിയല്ലോ. അച്ഛാ, മഴ വന്നല്ലോ. അച്ഛൻ എന്തിനാ അച്ഛാ എനിക്ക് മഴ വീണാന്ന് പേരിട്ടെ? നിനക്കെന്ത് തോന്നുന്നു? മേഘമൽഹാർ. നീ എങ്ങനെ? ഈ മഴ പോയത് അനന്തുവിന്റെയും ശിഖയുടെയും മേഘമൽഹാറിലേക്കാണ്. എന്റെ അച്ഛൻ മുത്താണ്. എന്റെ അമ്മയുടെ ശബ്ദം ഈ അനന്തുവാ. ഞാനേ മേഘമൽഹാർ പോലെ പാടി മഴ പെയ്ച്ചതാ നിന്റെ അമ്മേ. അതെ. ഓയ് മഴ. യെസ് മിസ്റ്റർ കാർത്തിക്. നമുക്കൊന്ന് പാടി നോക്കിയാലോ? എന്ത്? മേഘമൽഹാർ. ശ്രമിക്കാം. ബട്ട് യു നോ വൺ തിങ്, മേഘമൽഹാറിന് മുമ്പേ ഈ മഴയിൽ ഞാൻ വീണുപോയി. മേഘമൽഹാർ അത് വെറുമൊരു ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അത് പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന് കരുതപ്പെടുന്നു. അഥവാ പാടി മഴ പെയ്യിക്കുന്നു.
ഇവിടെ മേഘമൽഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതം അത് ശബ്ദം മാത്രമല്ല, അതിനെ അറിയാൻ മനസ്സുകൊണ്ടും പറ്റും. ശിഖയുടെ ശബ്ദം അനന്തുവായ പോലെ. ഒരു മഞ്ജു ഹർഷമായി